ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ. ഇന്നത്തെ റെസിപ്പി മഷ്റൂം തേങ്ങ വറുത്തരച്ച കറിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായി മഷ്റൂം കട്ട് ചെയ്തിട്ട് അതിലെ കറുത്ത പാട്ടെടുത്ത് കളയുക. എന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത മഷ്റൂം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കുക. ഇഞ്ചിയാണ് കൂടുതൽ എടുക്കേണ്ടുന്നത്. മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർക്കുക. അതിനുശേഷം ഒരു കോവയ്ക്കയും ഒരു വഴുതനങ്ങയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർക്കുക. ഇനി ഒരു വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തവി കൊണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എണ്ണയിൽ എല്ലാ കഷ്ണങ്ങളും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. തവി കൊണ്ട് ഇങ്ങനെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കുക. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടപ്പുകൊണ്ട് അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന ബൗളിൻ്റെ 1/4 ഭാഗം തേങ്ങ എടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക. അതിലേക്ക് ഈ ബൗളിലിരിക്കുന്ന തേങ്ങ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും തവി കൊണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ വറുത്ത് വരത്തക്ക രീതിയിൽ തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. തുടരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരേപോലെ വറുത്ത് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തുടർച്ചയായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തേങ്ങ കരിഞ്ഞു പോകാതെ ഒരു 2 മിനിറ്റും കൂടി തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പൊടികൾ ചേർത്തിട്ട് ചെറുതായിട്ട് ആ തേങ്ങയിൽ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികൾ തേങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കുക. അരച്ചത് റെഡിയായിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. കറിയിലും അരപ്പിലും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിച്ചതും കൊച്ചുള്ളി വറുത്തതും കറി ലീവ്സ്
അതിൻ്റെ കൂടെ വഴറ്റിയെടുത്തതും കൂടി ചേർത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മഷ്റൂം തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ലൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.